സമയം 12 മണി രാത്രിയായി. ഞങ്ങൾ വലയിടുവാണ്. പറ്റിയ പാടത്താണ് വലയിടുന്നത്. അപ്പോൾ നമ്മുടെ ബിനോച്ചനാണ് വലയിട്ടുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലയിട്ട് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മൊത്തം 4 കെട്ട് വലയാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇനി നേരം വെളുത്ത് കഴിഞ്ഞ് നമുക്ക് വല പൊക്കാം. അപ്പോഴത്തേക്ക് ഉള്ള കാഴ്ച നമുക്ക് കാണിക്കാം. അപ്പോൾ മീനുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മൾ വല ഇടുകയാണ്. വെള്ളം പറ്റിപ്പരുക. നാളത്തെ എങ്ങനെയാണ് വല വലിക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നത് അറിയത്തില്ല. കാരണം തീർത്തും വെള്ളം പറ്റിയിരിക്കുകയാണ്. വെള്ളം ഓടുമെന്ന് തന്നെ അറിയത്തില്ല. എങ്ങനെയാലും നമ്മൾ വല വലിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് രാത്രിയിലുള്ള വലയിടലാണ്. ഇപ്പം കൃത്യമായിട്ട് സമയം പറയുകയാണെങ്കിൽ 1 മണിയോളം ആയി. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ നമുക്ക് വല പൊക്കുന്നത് നമുക്ക് എടുക്കാം. ഓക്കെ, ശരി. നമ്മൾ വല ഇട്ടുകൊണ്ടിരുന്നപ്പം വീണ ഒരു മീനാണ്. ഇത് വരാലാണ്. അല്ല, നമ്മൾ വലയിട്ട് തീർന്നപ്പം വീണ ഒരു വരാലാണ്. ഓക്കെ, അപ്പം നമ്മൾ വെളുപ്പിനെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് വല പൊക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 4:30 5 പോന്ന്. ഓക്കെ.
ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വല വലിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇട്ട വലയാണ്. വെളുപ്പിനെ ഇപ്പോൾ ഒരു 4:30 മണിയായിട്ടുണ്ട്. 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല ഒന്ന് വലിക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. ആമ കടിച്ചെന്ന് തോന്നുന്നല്ലേ. താഴോട്ട് പിന്നെ പെറുക്കണം. ആമ കടിച്ചേ. അതിൻ്റെ മീനൊക്കെ നമ്മൾ കാണിച്ചേക്കാം. കല്ലടയാണ്. മഴ
ഈ രാത്രി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കാരണം വെട്ടത്തിൽ ചെയ്യുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ ഈ ഷൂട്ടിങ്. അത് വള്ളത്തേലാണ്. വെള്ളത്തിൽ പിന്നെ വേറെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കണ്ടത്തിനകത്ത് വെള്ളം പറ്റി. ഇപ്പം അത്യാവശ്യം വെള്ളം ഓടാൻ തന്നെ പാടാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളതെല്ലാം സഹകരിക്കുക. അപ്പം വേറെ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കേസ് കെട്ടാണ്. നമ്മളെ പല ക്യാമറാമാർക്കും നമ്മളെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമായിട്ടല്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എത്രയൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇതിനകത്ത് ചെറിയ ചെറിയ ഷേക്കൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കോട്ടയത്ത് എൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെ ഇതുകൊണ്ട് കോട്ടയം ഇതാണ് ലൂർദ് പള്ളി. കണ്ടോ, ചെറിയൊരു വെട്ടം കാണുന്നുണ്ട്. അതാണ് ലൂർദ് പള്ളി. അപ്പം വീണ്ടും ഒരു കാര്യം കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, കാണുക, പൂർണ്ണമായിട്ട് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് കുറവാണ്, കമൻറ്റ് കുറവാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുന്ന വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റെങ്കിലും തരുന്നത് നമുക്കതൊരു വലിയ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്, നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളൊക്കെ. അപ്പോൾ ഞാനെന്നും എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ നിന്ന് നോക്കുന്ന കാര്യം കമൻ്റ് ഉണ്ടോയെന്ന്. ആരെങ്കിലും മോശമായിട്ട് പോലും ഒരാൾ എതിരെ പ്രവർത്തിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് നിങ്ങൾ കമൻറ്റുകൾ വിടണം. ഈ മീനിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇതാണ് ആറ്റുകാളാഞ്ചി എന്ന് പറയുന്ന മീൻ. ഉണ്ടോ, അത് ഞങ്ങളിവിടെ മുതുകമ്പല എന്താ പറയും. വിനോദത്തിന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിനോദത്തിൻ്റെ പകുതി ഭാഗമേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ വള്ളത്തിൽ ഇരുന്ന് ചെയ്യുന്നത് കാരണമേ. അല്ലേ വിനോദ?
വിനോച്ചൻ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. വിനോച്ചനാണ് ഇവിടുത്തെ സ്റ്റാർ ഇപ്പം. ഉണ്ടോ ഒരു വരാലിനെ കിട്ടിയ ഉണ്ടോ, അടിപൊളി വരാലിനാണ് പിടിക്കുന്നത് ഞങ്ങൾ. വിനോച്ചൻ ആ ഉണ്ടോ, കാര്യമൊക്കെ ഉണ്ടോ, ഉണ്ടോ അടിപൊളി കാര്യം കിടക്കുന്നുണ്ടോ. ഉണ്ടോ സകല ടൂൾസും വിനോച്ചൻ്റെ പക്കലുണ്ടെന്നുള്ളതാണ് വലിയ സത്യം. കാരണം വെച്ചാൽ വിനോച്ചൻ്റെ ഒരു പ്രത്യേക കഴിവുള്ളൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ വിനോച്ചനെ പുകഴ്ത്താൻ പറ്റത്തില്ല. വിനോച്ചൻ ഏതൊരു ജോലിക്കും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാര്യം വിനോച്ചന് നമ്മളെക്കാളും പ്രായം കുറവാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വിനോച്ചനിൽ നിന്ന് പഠിക്കാറുണ്ട്. വിനോച്ചനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ നമ്മൾ ജോലി ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും. വിനോച്ചൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിനോച്ചനെ പുകഴ്ത്തി അടിക്കുമല്ല, വിനോച്ചൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ് വിനോച്ചൻ്റെ ദേഷ്യം വരാറില്ല. കാരണം ഏതൊരു രാത്രിയിലാണെങ്കിലും വിനോച്ചനോട് ഒരു കാര്യം പറഞ്ഞു വിനോച്ചൻ അത് കൃത്യമായിട്ട് ചെയ്തു തരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയാണ് വിനോച്ചൻ. കാരണം ഏതൊരു ജോലി ചെയ്യാനും ഏത് പാതിര രാത്രിക്കും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോച്ചൻ ഓക്കെ നമുക്ക് പോയേക്കാം, അല്ലെ നമുക്ക് ചെയ്യാം എന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചാണ് രാത്രിയിലൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് നാളെ പോകാം എന്ന് ഞാൻ പറയും. പക്ഷേ വിനോച്ചൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇതിപ്പം 1 മണിക്ക് ഇട്ട ഒരു വലയാണ്. അപ്പോഴാണെങ്കിലും വിനോച്ചൻ നമുക്ക് പോയേക്കാന്ന് പറയും. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കിയായ ഒരു ജോലിയാണ്. എല്ലാവർക്കും കാണുമ്പം നോക്കുമ്പം വെറും ഈസിയാണ്. വല അങ്ങോട്ട് കൊണ്ടിട്ട് മീൻ പിടിക്കുന്നത്. ഒരു വല ഉണ്ടാക്കാൻ തന്നെ എത്രയായിരം രൂപ മുടക്കി അത് കുത്തിയിരുന്ന് ഇതൊക്കെല്ലാം കെട്ടണം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചിലപ്പം കൃത്യമായ പ്രതിഫലം കിട്ടത്തില്ല. നമ്മളിത് മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ അവിടെ ഇട്ട് നമ്മൾ പറയുന്ന വില കിട്ടത്തില്ല. അവർ പറയും ഇത്ര മീൻ മടുപ്പാ, അല്ലെങ്കിൽ ഇത്ര വില കിട്ടത്തില്ല. പിന്നെ നമ്മൾ കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് പോകുന്ന സാഹചര്യം. കാരണം നമുക്ക് അരി വാങ്ങിക്കണ്ടേ, അതുകൊണ്ട് നമ്മളത് കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് വരുന്ന സാഹചര്യം. വരാലിനൊക്കെ പറയുമ്പോൾ ചിലപ്പം നമ്മളൊക്കെ പിടിക്കും, ചിലപ്പം ചീപ്പ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. വരാല്, കൂരി, നമ്മൾ കരിമീൻ പോലും നമുക്ക് ചീപ്പ് റേറ്റ് കിട്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ട് പോകേണ്ട കാര്യം. എല്ലാവരും വിചാരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തികം ഉണ്ടായിരിക്കും, കാരണം മീൻപിടുത്തമല്ലേ, പലരും ചോദിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മളെപ്പോഴും ഈ പഴയ രീതി പോലെ നമുക്ക് പറയാം, നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അത് മീൻ കിട്ടിയാൽ ഊട്ടിയില്ല ചട്ടി എന്ന് പറയുന്നൊരു തുല്യമാണ്. അപ്പോൾ അടുത്ത നമ്മൾ വല വലിക്കാനായിട്ട് പോവുകയാണ്. വള്ളം ഉറക്കുന്നുണ്ടല്ലേ.
ലൊക്കേസ് കണ്ടോ, ഒരു മുഴുത്ത വരാല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റത്തെ വല നമ്മൾ വലിക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ റെയിൽവേ പാലത്തിൻ്റെ അടുത്താണ്. നമുക്കിപ്പോൾ റെയിൽവേ പാലം കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വലയുടെ അവസാന ഘട്ടത്തിലേക്ക്, നമ്മുടെ ഈ മീൻപിടുത്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ വല പൊക്കുന്നത് നോക്കിക്കേ, ഒരു വരാലാണ് കിടക്കുന്നത്. ചെമ്പകപ്പൂ മുട്ടിൽ വസന്തം. അതെ, ചെറിയ നമ്മൾ കളയുണ്ടാവും തന്നെ പോയി. നമ്മൾ കളയാനായിട്ട് എടുക്കുമായിരുന്നു, അവൻ തന്നെ ചാടിപ്പോയി. അപ്പം ചെറിയ വരാലിനെ നമ്മൾ ഉപേക്ഷിച്ചു. അപ്പം നമുക്ക് അടുത്ത് കിട്ടിയ കല്ലടയാണ്, അണ്ടുകള്ളിയാണ്. അതിൻ്റെ പകുതി മുഴുവൻ ആമ ഭക്ഷിച്ചു. തിരിച്ചു കാണിച്ചു നേരെ കണ്ടോ, ആമ തിന്നതിൻ്റെ ബാലൻസാണ്. അപ്പോൾ നമുക്ക് ആമയ്ക്ക് തന്നെ കൊടുത്തേക്കാം. കണ്ടോ, കഴിക്കട്ടെ. കേട്ടോ, ജീവനുള്ള വരാൽ. അപ്പോൾ ട്രെയിൻ പാളം നമ്മളിവിടെ തൊട്ടടുത്ത ആണ് നമ്മൾ വല വലിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാ ട്രെയിൻ പാളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനിപ്പോൾ ചെറിയൊരു തെളിവ് ഇപ്പം നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ജീവനുള്ള നമ്മൾ ചാക്കിനകത്തിട്ട്
ഷട്ടിലാണ് ഷട്ടിൽ. അവിടെ വീണ്ടും വരാലുകളുടെ ഘോഷയാത്രയാണ്. വീണ്ടും വരാൽ. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ വല വലിക്കാൻ പോകണേ. ഇപ്പം ഓരോ സെക്ഷനായിട്ടാണ് നമ്മളിപ്പോൾ വല ഇടുന്നത്. അപ്പം ലാസ്റ്റത്തെ വലയാണ് ഇത്. പുത്തൻ വലയാണ്. ഇത്ര നമ്മൾ പഴവലയാണ് നമ്മൾ ഇട്ട് ഇത് പുതിയ വലയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 55-ൻ്റെ വലയാണ്. അതായത് മൂന്ന് വരലാട്ടം വല ഞങ്ങൾ പറയുന്നത്. അത് 55-ൻ്റെ വലയാണ്. ഇത് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ കാരി, ഊരി, വരാല്, അത് മീഡിയം സൈസ് വരാല്, കാരി, നല്ല മുഴുത്ത കാരി കിട്ടുന്ന വലയാണ് ഈ 55-ൻ്റെ വല. പിന്നെ 60-ൻ്റെ വല. 60-ൻ്റെ വല നമുക്ക് ഇട്ടിട്ട് ആ പടം ഒരു വരാലാണ് അത് കിട്ടിയത്. പുപ്പുറത്ത് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. രാവിലത്തെ പ്രഭാത ഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജി തരുന്നതാണ് രാവിലെ ഇതുപോലെ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. ഇങ്ങോട്ട് കിടക്കുന്ന കാണാം പുള്ളി കൂർക്കം വലിക്കുന്നത്. തിലോപ്പിയ ഒന്നും കിട്ടിയില്ലല്ലോ. തിലോപ്പിയ കിട്ടാത്ത. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിലോപ്പിയ ഉണ്ടായിരുന്നു. കാക്കയാന്ന് തോന്നുന്നു. മീനാണോ? അമ്മ തിന്നത്
അതൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ചടാ. കണ്ടോ ആമ തിന്നാതെ കൊണ്ടോ ഇത്രയും മുഴുത്ത വരാലാണ്. കണ്ടോ ഇതുപോലെയാണ്. കണ്ടോ ആമയുടെ വിധം ആമ. ഊരിലാണ് അതാ റോഹുവിൻ്റെ കുഞ്ഞാണ്. അങ്ങനെ റോഹുവിൻ്റെ കുഞ്ഞ് ഇവിടെ തോന്നുന്നു ചാടിയത്. ചാട്ടക്കാരനാണ്, ജമ്പനാണ്, ജമ്പൻ. ജീവനുള്ളവരാൽ അതിനകത്ത് കിട്ടോ ചാണത്തൊന്നും. അടുത്ത ട്രെയിൻ വരാന്ന്. തീരുവാണോ? അപ്പം നമ്മുടെ വല തീർന്നിരിക്കുവാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ 2 വരാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ കരയിൽ ചെന്നിട്ട് നമുക്ക് നേരം വെളുക്കാറായി. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കരയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ നമ്മൾ വരുന്നവരെ നമുക്ക് വീഡിയോ നമ്മൾ വിട വാങ്ങുന്നു. അപ്പോൾ ഇനി ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ നമുക്കിനി കരയ്ക്ക് വെച്ച് കാണാം. നമുക്ക് മീനെല്ലാം ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ. ഇതൊന്നും ഇങ്ങോട്ട് വെക്കടാ. തിരിച്ചിട ഇങ്ങനെ വിലങ്ങ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉടക്കോലെ കിട്ടിയ മീനാണ് ഇതെല്ലാം.